ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ത്യൻ സിനിമയില് അല്ലെങ്കിൽ തമിഴ് സിനിമയില് ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ അറിവില് നമ്മുടെ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് ആണ്. പിന്നെ ഹിന്ദിയില് യാഷ് രാജ് സ്പൈ യൂണിവേഴ്സ് വന്നിട്ടുണ്ട്. ഇപ്പോൾ കൽക്കിയുടെ സിനിമാറ്റിക് യൂണിവേഴ്സ് എന്നൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. എങ്കിൽ കൂടിയിട്ട് ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അതായത് LCU ആണ് ആദ്യത്തെ സിനിമാറ്റിക് യൂണിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. പക്ഷെ വർഷങ്ങൾക്കൊക്കെ മുമ്പ്, അതായത് ഏകദേശം 2008 തമിഴ് സിനിമയിൽ തന്നെ വേറൊരു സിനിമാറ്റിക് യൂണിവേഴ്സിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും ആലോചനകളൊക്കെ ഒരു വലിയൊരു ഡയറക്ടറുടെ തലച്ചോറിൽ നടന്നിരുന്നു എന്നുള്ളത് അടുത്താണ് നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ 2ന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ശങ്കർ പറഞ്ഞ ഒരു കാര്യമാണ്. അതായത് 2008 എന്തിരൻ ഷൂട്ട് ചെയ്യുമ്പോൾ ശങ്കറിന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യൻ സിനിമയിലെ താത്ത, അതുപോലെ മുതൽമൽ അർജുന്റെ ക്യാരക്ടർ, ശിവാജിയിലെ രജനീകാന്തിന്റെ ക്യാരക്ടർ, ഇവരൊക്കെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ്, അതായത് ശങ്കർ സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്താലോ എന്ന് ഭയങ്കരമായ ആലോചന ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനെ കുറിച്ച് ത്രെഡും കാര്യങ്ങളൊക്കെ ആൾ പുള്ളിക്കാരെ എഴുതി കാര്യങ്ങളൊക്കെ സെറ്റായി. എന്നിട്ട് പുള്ളി അസിസ്റ്റൻസിനോട് പറഞ്ഞപ്പോൾ അസിസ്റ്റൻസ് ആകെ ആശ്ചര്യപ്പെട്ടിട്ട് ഇതൊന്നും വർക്കാവില്ല എന്നുള്ള ഡിസപ്പോയിന്റ്മെന്റ് തുടക്കത്തിലേ കൊടുത്തുകൊണ്ട് തുടക്കം തന്നെ ഇന്റർവെല്ലായിട്ട് ആ സംഭവം ആളുടെ മനസ്സിൽ ആൾ കുഴിച്ചു മൂടിയിരുന്നു. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ 2ന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് പുള്ളി ഇത് വെളിപ്പെടുത്തിയത്. പുള്ളി ഇപ്പൊ ഇന്ന് ആലോചിക്കുന്നുണ്ടാവും, ഇപ്പൊ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സ് അല്ലെങ്കിൽ വേറെ ഡയറക്ടേഴ്സിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സ് ഒക്കെ കാണുമ്പോൾ അന്ന് ഞാൻ ആലോചിച്ചിരുന്ന സാധനം ആദ്യമേ ചെയ്തിരുന്നെങ്കിൽ ഒരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള സിനിമാറ്റിക് യൂണിവേഴ്സ് തമിഴ് സിനിമയ്ക്ക് ആദ്യം തനിക്ക് കൊണ്ടുവരായിരുന്നു. കാരണം ശങ്കർ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും ഒരു സംശയമില്ല. കാരണം പുള്ളിക്കാരന് സാധിക്കും. ബ്രഹ്മാണ്ഡ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികളായിക്കോട്ടെ തമിഴ്നാട്ടിലെ ആൾക്കാരായിക്കോട്ടെ ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറെ പടം തന്നെയാണ് നമ്മളെല്ലാവരും കണ്ട് പഠിച്ച് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശങ്കറിനെ പോലത്തെ ഒരു ഡയറക്ടർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുള്ള കേസല്ല സിനിമാറ്റിക് യൂണിവേഴ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന് നമ്മൾ ക്രോസ് ഓവേഴ്സ് കൊടുക്കുക. അപ്പൊ പുള്ളിക്ക് ഈസി ആയിട്ട് പറ്റുന്നു. അത് മാത്രമല്ല, പുള്ളി പറഞ്ഞ 3 സിനിമയിലെ ക്യാരക്ടറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ വമ്പൻ ക്യാരക്ടറുകളാണ്, വമ്പൻ സിനിമകളാണ്. അപ്പൊ 3 പേരും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതൊരു ഒന്നൊന്നര പവർഫുൾ പടമായേനെ, പവർഫുൾ പ്രൊജക്ട് ആയേനെ. അസിസ്റ്റൻസിന്റെ വാക്ക് കേട്ട് ആ ഒരു പ്രൊജക്ട് ആള് വേണ്ടാന്ന് വെച്ചപ്പോ നല്ലൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. പക്ഷെ ഇനിയും സ്കോപ്പ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ശങ്കർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ശങ്കറിന്റെ പണ്ട് കാലത്തെ സിനിമകൾ കാണുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞാനൊക്കെ പണ്ട് മുതലേ ശങ്കറിന്റെ സിനിമകൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നതാണ്. ശങ്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ പടം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു വൺ സെറ്റപ്പ് തന്നെയായിരിക്കും. അന്യനൊക്കെ എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അന്യൻ ഓർമ്മയുണ്ട്, അതേപോലെ തന്നെ ശിവാജി ഓർമ്മയുണ്ട്. ആ ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞ റേഞ്ച് തന്നെയാണ്. അതിനുശേഷം സത്യം പറഞ്ഞുള്ള ഏത് ഡയറക്ടേഴ്സും, അതായത് അന്ത കാലഘട്ടത്തിൽ പുള്ളിക്കാർ ഇങ്ങനെ കാണിച്ചു കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ്. അപ്പൊ ഇന്ന് ടെക്നോളജി ഒന്നും കൂടി നന്നായി വളർന്നു കഴിയുമ്പോൾ ശങ്കറിന്റെ തലച്ചോറും കൂടി ശരിക്കും വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഗംഭീര സംഭവം തന്നെയായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇനി വേണമെങ്കിലും ശങ്കർ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ താത്തേനെയും ശിവാജിയിലെ രജനീകാന്തിന്റെ ക്യാരക്ടറിന്റെയും അതേപോലെ ഈ പറഞ്ഞ അർജുന്റെ ക്യാരക്ടറിനൊക്കെ വെച്ച് ക്രോസ് ഓവർ കൊടുത്തൊരു ബ്രഹ്മാണ്ഡ സംഭവം വേണമെങ്കിൽ ചെയ്യാൻ പുള്ളിക്കും. ലോജിക്കൊന്നും ഒരുപാട് നമ്മൾ നോക്കാതിരുന്നാൽ മതി. സിനിമ ഗംഭീരാവും എന്നുള്ള കാര്യത്തിൽ തറക്കൊന്നുമില്ല. എന്തായാലും ശങ്കറിന് അങ്ങനത്തെ ഒരു ബുദ്ധി വീണ്ടും തോന്നട്ടെ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.